ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെ രവീന്ദ്രനെയാണ്. അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുക, എടി നീ മേളിൽ കിടന്ന് ആ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തായിരുന്നോ? അയ്യോ, ഞാനൊന്നും എടുത്തില്ല രവിയേട്ടാ. ദേ, ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, വേറെ ആരെങ്കിലും എടുത്തതായിരിക്കും. വേറെ ആരെടുക്കാനാ ഈ വീട്ടില്? ഷർട്ടിലിട്ടിരുന്ന 1000 രൂപ ഉണ്ടായിരുന്നു പോക്കറ്റിനകത്ത്. അതിപ്പോ കാണുന്നില്ല. 1000 രൂപ കാണാനില്ലെന്നോ? അതിപ്പോ ആരെടുക്കാനായിരിക്കും? അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സുധി വരുന്നത്. സുധീനെ കണ്ട ഉടനെ ചന്ദ്രയ്ക്ക് മനസ്സിലായി കേട്ടോ, ഈ പൈസ എവിടെയാ പോയതെന്ന്. അങ്ങനെ സുധീനെ നോക്കി നമ്മുടെ ചന്ദ്ര തല കുലുക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അതെ, പൈസ അവിടെ എവിടെയെങ്കിലും കാണും. ഷെൽഫിലൊക്കെ ഒന്ന് നോക്ക്. പിന്നെ ഷെൽഫിൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഷർട്ടിന്റെ പോക്കറ്റിൽ തന്നെയാ വെച്ചതെന്ന് എനിക്കറിയാം. ക്യാഷ് എടുത്ത് വല്ലതും ചെലവാക്കി കാണും. എന്നിട്ട് രവിയേട്ട മറന്നു പോയതായിരിക്കും. അശോകന്റെ കൂടെ ഒന്നിച്ച് പുറത്തു പോയിരുന്നല്ലോ, അപ്പൊ ക്യാഷ് ചെലവാക്കി കാണും. ഓഹോ, നിന്റെ സംസാരം കേട്ടാൽ തോന്നും ഞാൻ ക്യാഷ് ചെലവാക്കുന്നത് നീ കണ്ടോണ്ടിരിക്കുകയാണെന്ന്. അല്ല, നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയാൽ ആവശ്യമില്ലാത്ത ക്യാഷ് ചെലവാക്കാറുണ്ടല്ലോ. ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് അയാൾ ഒരു ചായ പോലും മേടിച്ചു തന്നിട്ടില്ല. നിങ്ങൾ അയാൾക്ക് എന്തൊക്കെയാ മേടിച്ചു കൊടുത്തിട്ടുള്ളത്? ഈ 1000 രൂപ അങ്ങനെ തന്നെ ചെലവാക്കി കാണും. ഇവിടെ വന്ന് പിന്നെ പോക്കറ്റിൽ തപ്പി നോക്കിയാൽ കാണുമോ? ദേ, ഞാൻ അങ്ങനെ ക്യാഷ് ഒന്നും ചെലവാക്കിയിട്ടില്ല ചന്ദ്രേ, എനിക്കറിയാം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സുധി വന്നിട്ട്, അമ്മേ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എടാ നിക്കടാ അവിടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി അയ്യോ പെട്ടോ എന്നും പറഞ്ഞ് തന്നെ നിൽക്കുക. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, അല്ല നിന്റെ കയ്യിൽ ഒരു 500 രൂപയ്ക്ക് ചേഞ്ച് കാണുമായിരിക്കുമോ? അത് പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പൊ ക്യാഷ് ഒന്നും ഇല്ല അച്ഛാ. അതുമല്ല, ക്യാഷൊക്കെ ഇപ്പൊ ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടല്ലേ കൊടുക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അത് ശരിയാ, ആരാ ഇനിയിപ്പൊ ക്യാഷ് കൈ കൊണ്ട് നടക്കുന്നതല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യ് നീ ചെല്ല് എന്നും പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിടുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വീണ്ടും ഈ 1000 രൂപ എവിടെ പോയതായിരിക്കും, ഞാനത് പോക്കറ്റ് വെച്ചതായിരുന്നല്ലോ. ചന്ദ്ര പറഞ്ഞു, രവിയേട്ടാ അതൊക്കെ അങ്ങ് വിട്, ഞാനേ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ രവീന്ദ്രൻ ചിന്തിക്കുക, 1000 രൂപ ഉണ്ടായിരുന്നുവല്ലോ, അതോ ഇനിയിപ്പം ഞാനത് ചെലവാക്കിയോ, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാം. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ മീര ചോദിച്ചു, എന്തോ സന്തോഷം ഉണ്ടല്ലോ, എന്താടി, എന്താ ഇത്ര വലിയ സന്തോഷം? അത് പിന്നെ ശ്രുതിയെ ഉത്സാഹത്തോടു കൂടി ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്, അതാ സന്തോഷം. ഓഹോ, ഇന്റർവ്യൂവിന് പോകുമ്പോ തന്നെ ഇങ്ങനെ സന്തോഷിച്ച ജോലി കിട്ടാനുള്ള കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? എന്തായാലും ശ്രുതിയുടെ മടി മാറിയില്ലോ. ഏത് ജോലിക്കും പോകാന്നുള്ള മനസ്സ് വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അത് തന്നെ വലിയ കാര്യം, അത് തന്നെ ഞാനും ഓർക്കുന്നത് എന്നിങ്ങനെ പറയാ. ഈ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ മീരയ്ക്ക് ഒരു മെസ്സേജ് വരുന്നത്. അപ്പൊ മീര പറഞ്ഞു, ദേ നിന്റെ ഇളയച്ചനാ മെസ്സേജ് അയക്കുന്നത്. എന്റെ ഇളയച്ചനോ? വീരാനിക്ക, വേറൊന്നിനും അല്ല. ജോഷി സാർ എന്ത് പറഞ്ഞു, എപ്പോഴാ ഷൂട്ടിംഗ്, ഇനി എന്നാ ഡേറ്റ് എന്നൊക്കെ ചോദിച്ചാ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അല്ല, നീ റിപ്ലൈ ഒന്നും കൊടുത്തില്ലേ? എന്ത് റിപ്ലൈ കൊടുക്കാനാ, പിന്നെ അയക്കാം. അല്ല, നീ എത്ര നാളിങ്ങനെ പറ്റിക്കും? അയാൾ ചില്ലറക്കാരനല്ല, ചാൻസ് കൊടുത്തില്ല എങ്കിൽ അയാൾ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ മീരെ. ഇക്കാര്യം പറഞ്ഞ് അയാൾ എൻ്റെ വീട്ടിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ അതോടെ തീർന്നു, എല്ലാ കള്ളവും വെളിച്ചത്താകും. പിന്നെ എൻ്റെ കാര്യം ഗോവിന്ദ. മീര എന്നല്ല, സോറി, മീര പറയാ. ശ്രുതി, ഞാൻ പറഞ്ഞില്ലേ അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എങ്ങനെ നോക്കുന്ന നീ പറയുന്നത്? അഭിനയിക്കാൻ അവസരത്തിന് വേണ്ടി അയാൾ എന്ത് ചെയ്യും, ചാകാൻ പറഞ്ഞ ചാവുക വരെ ചെയ്യും. ഇനിയിപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ചെയ്യാനും ചാൻസ് ഉണ്ട്. അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ? ആ ഡയറക്ടർ സാറിനെ കണ്ടിട്ട് നമുക്കൊരു അവസരം കൊടുക്കാൻ പറഞ്ഞാലോ? നീ നടക്കുന്ന കാര്യമല്ലോ പറ. അയാൾ പുറത്തെങ്ങാനും ഇറങ്ങിയിട്ട് ആ സച്ചിയുടെ മുമ്പിൽ എങ്ങാനും പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പേടിയാവുക. അല്ല, പുറത്തിറങ്ങുമ്പം അയാള് മങ്കി ക്യാപ്പ് ധരിക്കുന്നല്ലേ പറഞ്ഞത്, അതൊക്കെ ശരിയാ. എങ്കിലും സച്ചിക്ക് നല്ല സംശയമുണ്ട്, അവനെ പേടിക്കേണ്ടിയിരിക്കുന്നു മീരെ. എനിക്കേ ഒരു ഐഡിയ തോന്നുന്നു ശ്രുതി. എന്താ? അതെ, നമ്മള് വീരാനിക്കനെ ചെന്ന് കാണുന്നു. ഡയറക്ടർ വിളിച്ചു, ഒരു ചെറിയ സീനുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ ചെയ്യാന്ന്. അതൊരു വില്ലൻ കഥാപാത്രമാണ്, അപ്പൊ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല കുഴപ്പമില്ലെന്ന് അയാൾ പറയും. എങ്കിൽ പിന്നെ ക്യാമറ വെച്ചിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യണം, വില്ലൻ ആയതുകൊണ്ട് അടി ഉണ്ടാക്കണം. അപ്പം വേറൊരു വില്ലനെ പോയി അടിക്കണം. നമുക്ക് നവീൻ ദാസിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. അപ്പൊ എന്ത് ചെയ്യും, വീരാനിക്ക നവീൻ ദാസിനെ തല്ലി എന്തേലും കാണിക്കട്ടെ. ഇനിയിപ്പം കൊന്നാലും കുഴപ്പമില്ലല്ലോ നമുക്ക്.
ആ, എങ്ങനെയുണ്ട് ഈ ഐഡിയ? അയ്യോ, പിന്നെ അയാളെ എങ്ങനെ ഒഴിവാക്കണം എന്ന് ഓർക്കുമ്പോഴാ പുതിയൊരു ഐഡിയ. ദേ, അയാള് നവീൻദാസിനെ തല്ലിക്കൊന്നാലേ വെറുതെ ഒന്നും വിടത്തില്ല, നമ്മൾ ലാസ്റ്റ് ജയിലിൽ പോകേണ്ടി വരും. ഇപ്പോഴത്തെ കേരള പോലീസിന്റെ കാര്യം അറിയാലോ നിനക്ക്. എല്ലാ തെളിവുകളും കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. നവീൻദാസിന് കൊടുക്കാനുള്ളത് ഈ ശ്രുതിക്ക് അറിയാൻ കൊടുക്കാൻ. അതെങ്ങനെ കൊടുക്കണമെന്നേ ഈ ശ്രുതി മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാനുണ്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് പോയിരിക്കുന്നത് നമ്മുടെ സുധീനെയാണ്. അങ്ങനെ സുധി ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കാലുമേ കാലൊക്കെ കയറ്റി വെച്ചാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ഒരാളോട് ചോദിച്ചു, അല്ല എന്താ ഭയങ്കര ടെൻഷൻ, ആദ്യമായിട്ടാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്? ഓ അതെ, ആദ്യമായിട്ടാ. അല്ല താങ്കളോ? അയ്യോ ഞാനോ, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ കുറേ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ല കണക്കില്ലാത്ത ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് ജോലിയൊന്നും കിട്ടിയില്ല തനിക്ക്. അത് പിന്നെ എന്റെ പഠിപ്പിനത്ത് ജോലിയെ അതെനിക്ക് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. എന്റെ വില ആരും മനസ്സിലാക്കുന്നില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇഷ്ടപ്പെടാത്ത ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല ബൈ താങ്കൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? താങ്കളുടെ ബയോഡേറ്റ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞ് ആ ബയോഡേറ്റ ഒക്കെ മേടിച്ചു. നമ്മുടെ സുധീനേക്കാളും ഇതാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് കേട്ടോ സുധി അതൊക്കെ മേടിക്കുന്നത്. അപ്പം സുധി ഇങ്ങനെ നോക്കിയിട്ട്, ഓ വെരി പുവർ, ഓ ശോകമാണല്ലോ ഇത് എന്ന് പറയുകയാണ്. അപ്പൊ അടുത്തിരിക്കുന്ന വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇടയിൽ നോക്കി. അപ്പോഴത്തേക്കുമാണ്, ഓ ഇത് വെരി പുവർ ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദേ താങ്കളുണ്ടല്ലോ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, ദേ ഫെയിലായിന്ന് കൂട്ടിയാൽ മതി. ദേ ഇയാളും ഫെയിലായിന്ന് കൂട്ടിയാൽ മതി. കാരണം നിങ്ങളുടെയൊക്കെ ഡിഗ്രികളൊക്കെ ചേർന്ന് ഞാൻ ഒറ്റയ്ക്ക് ഡിഗ്രി എടുത്തിട്ടുണ്ട്, 4 ഡിഗ്രി ഉണ്ട് എനിക്ക്. അപ്പൊ പിന്നെ ഞാനല്ലേ ഇവിടെ ഇവിടെ ഇന്റർവ്യൂവിൽ പാസ്സാകത്തുള്ളൂ എന്നിങ്ങനെ ചോദിക്കാണ്, ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം അവരും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുധിയുടെ ഇത് കേട്ടപ്പോഴത്തേക്കും അൺകോൺഫിഡന്റ് ആയിപ്പോയി. അവർക്ക് എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ ഇന്റർവ്യൂവിനൊക്കെ ചെന്ന് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് പേര് പറയുമ്പോഴത്തേക്കും നമ്മളും അങ്ങ് ഡിമ്മായി പോലെ. അപ്പൊ അവരൊന്ന് ഡിമ്മൊക്കെ ആയി പോയി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ വലിയ കോൺഫിഡൻസോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതുണ്ട് കേട്ടപ്പോ തന്നെ, അതായത് നമ്മുടെ ശ്രുതിയുടെ പൊങ്ങച്ചം കേട്ടപ്പോ തന്നെ അവര് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അങ്ങ് എണീറ്റ് പോയിട്ടോ പേടിച്ചിട്ട്. അപ്പോഴത്തേക്കും അകത്തുനിന്ന് ഒരാൾ വന്നിട്ട് ബാ ശ്രുതിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിനെ ഇന്റർവ്യൂ നടത്തുകയാണ് കേട്ടോ. അറിയാലോ നമ്മുടെ ഈ ശ്രുതിയുടെ കുറെ ഇന്റർവ്യൂ നമ്മൾ കണ്ടതാണ്. അതുപോലെ കുറെ പൊങ്ങച്ചമൊക്കെ അടിച്ച് അവര് പറയുന്നതിനൊക്കെ വിപരീതമായിട്ടും, അതുപോലെ നമ്മുടെ ശ്രുതിയുടെ കുറെ സങ്കല്പങ്ങളും, ശ്രുതി വലിയൊരാളാണെന്നോ എന്തോ ഞാൻ ഇവിടെ ഒന്നും നിൽക്കേണ്ടതല്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇവർക്ക് ആവശ്യം എന്ന് പറയുന്നത് കുറച്ച് പൈസയാണ് കേട്ടോ. അതായത് ഈ ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആൾക്കാർക്ക് കുറച്ച് പൈസ ആവശ്യമാണ്. അപ്പൊ ഇനിയിപ്പം ആരെ വെച്ച് കഴിഞ്ഞാലും കുറച്ച് പൈസ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് എടുത്തോളും. അങ്ങനെ സുധീനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. സുധി അതിന് ആൻസർ ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ സെലക്ട് ആയി എന്നിങ്ങനെ പറയുകയാണ് അവിടെ ഇരിക്കുന്ന ആ ഇന്റർവ്യൂ നടത്തുന്ന ആൾക്കാർ പറഞ്ഞപ്പോഴത്തേക്കും സുധിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ സുധിയോട് പറഞ്ഞു, അത് പിന്നെ നിങ്ങൾ ഇത്രയും ഡിഗ്രി ഒക്കെ ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ കെട്ടി വെക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജോലിയൊക്കെ ശരിയാകും. പിന്നെ ഒരു ഇന്റർനാഷണൽ കമ്പനിയിലാണ് ജോലി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതും കൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം സുധി പറഞ്ഞു, ഇനിയിപ്പോ എന്താ, ഞാൻ പൈസ കെട്ടി വെക്കാലോ. എത്ര രൂപ ഞാൻ കെട്ടി വെക്കേണ്ടത്? 300 500 കെട്ടിവെക്കാലോ. അതിനിപ്പോ എന്താ പ്രശ്നം, ഇപ്പൊ തന്നെ ഞാൻ കെട്ടിവെച്ചേക്കാം. എന്നിട്ട് ഞാൻ നാളെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞപ്പം, ഏയ് നിങ്ങൾ എന്താ വിചാരിച്ചത്, ഇതൊരു ഇന്റർനാഷണൽ കമ്പനിയാ. ആഹാ, നിങ്ങൾ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? 300 500 400 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് പൈസയൊന്നും അല്ല കെട്ടിവെക്കേണ്ടത്, ഒരു ഒരു 10-16 ലക്ഷം രൂപ കെട്ടിവെക്കേണ്ടി വരുന്നു. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ സുധിയുടെ കിളി പോയിട്ടോ. 10-16 ലക്ഷം രൂപ പോയിട്ട് ഇന്നിപ്പം ഇന്റർവ്യൂവിന് വരാൻ വരെ അപ്പന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടാണ് നമ്മുടെ സുധി വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ സുധിയുടെ കയ്യിൽ 10-16 ലക്ഷം രൂപ കാണും. ഇത് കേട്ടതും വല്ലാത്തൊരു ഡിമ്മായി പോയി നമ്മുടെ സുധി. എങ്കിലും സുധി, ഓക്കെ സാർ, ഞാൻ ശ്രമിച്ചു നോക്കാന്ന് പറയുമ്പോൾ, നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു 16 ലക്ഷം രൂപ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അത് വെറും 2 മാസം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് ജോലി ചെയ്ത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു വലിയൊരു ഇന്റർനാഷണൽ കമ്പനിയാ. ഇനിയിപ്പം ഈ ഒരു സീറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു ജോലി തനിക്ക് കിട്ടാൻ പോകുന്നില്ല. താൻ ഉദ്ദേശിച്ച പോലെ തന്റെ ടാലന്റ് തെളിയിക്കാൻ പറ്റിയ ഇടം തന്നെയായി ഇന്റർനാഷണൽ കമ്പനി. അതുകൊണ്ട് ഞങ്ങൾ പറയാലോ, വേറൊരാള് ഇതിന്റെ മുമ്പിൽ നിങ്ങളെക്കാളും മുമ്പിൽ പൈസ കൊണ്ടൊന്ന് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പം അവരെ എടുത്തുനിന്നിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൈസ കെട്ടിവെക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പൈസ കെട്ടിവെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ജോലി തനിക്കുള്ളത് തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അവിടെ നിന്ന് നമ്മുടെ സുധി എണീറ്റ് പോവുകയാണ്. വല്ലാത്തൊരു അവസ്ഥയിലായി പോയിട്ടോ. ഈ 16 ലക്ഷം രൂപ ഇനി എവിടെ പോയി ഉണ്ടാക്കും?
ഈ സമയത്ത് നമ്മുടെ ശ്രുതിനെയാട്ടോ കാണിക്കുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ നോക്കിയിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട്, നിനക്ക് വിശക്കുന്നില്ലേ ശ്രുതി, ബാ നമുക്ക് ഭക്ഷണം കഴിക്കാം. അത് പിന്നെ ശ്രുതി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരേണ്ട സമയമായില്ല, എന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സച്ചി വന്നു. സച്ചി വന്നപ്പോഴത്തേക്ക് ഇത് കേട്ട് കേട്ടോ. സച്ചി രവീന്ദ്രനും ഉണ്ടായിരുന്നു. സച്ചി പെട്ടെന്ന് ഇന്റർവ്യൂവിന്റെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോ അതേ കയറി കേട്ടോ പിടിച്ചു. സച്ചി ചോദിച്ചു, ഇന്റർവ്യൂവോ? അവന് ജോലിയുണ്ടല്ലോ, പിന്നെന്തിനാ അവൻ ഇന്റർവ്യൂവിന് പോകുന്നത്? ഓഹോ, അത് കൊള്ളാലോ, അവൻ ജോലിക്ക് പോകുന്നില്ലേ ഇപ്പം? അത് പിന്നെ അത് പിന്നെ ആ ആ ജോലിയും പോയല്ലേ? അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ അവൻ ഒരു ജോലിയും ചെയ്യില്ല എന്ന്. ഇപ്പൊ ഉണ്ടായിരുന്ന ജോലി അവൻ കളഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് ഇത് കേട്ടതും ദേഷ്യം വന്നു കേട്ടോ. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, ശ്രുതി എന്താ ഇതൊക്കെ? അവന്റെ ജോലി വീണ്ടും പോയെന്ന് പറഞ്ഞാല് അതെങ്ങനെയാ ശരിയാവുന്നേ? അവൻ ആ ജോലിയും വിട്ടോ? അവൻ എപ്പോഴാ ആ ജോലി വിട്ടത്? അത് പിന്നെ അങ്കിളെ, ഞാനിപ്പോ എന്താ പറയുക? അപ്പൊ ഇങ്ങനെ നമ്മുടെ ശ്രുതി വിൽക്കുന്നത് കണ്ട ഉടനെ നമ്മുടെ ചന്ദ്ര കയറി അതങ്ങ് പിടിച്ചു കേട്ടോ. ചന്ദ്ര പറഞ്ഞു, അത് പിന്നെയേ, ഇന്ന് അവൻ ജോലി വിട്ടത്. അവന് ഒരു വലിയൊരു കമ്പനിയില് ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിന് പോയേക്കും അവൻ ചുമ്മാ ഒന്ന് ജോലി വിടത്തില്ലെന്ന് അറിയില്ലേ? ഓ പിന്നെ അവിടെ ഉള്ളവരെ മിക്കവരും ഇറക്കി വിട്ടതായിരിക്കും. രവിയേട്ടാ, ഇവന് ഭ്രാന്ത. ഇപ്പൊ ഉള്ളത് ജോലിയെക്കാളും ഉയർന്ന ജോലി അവന് കിട്ടാൻ പോവാ, അതാ അവൻ ഈ ജോലി വിട്ടത്. അപ്പൊ ശ്രുതിയും പറഞ്ഞു, അത് ശരിയാ, ഒരു ഫോറിൻ ഏജൻസി കമ്പനികളിൽ ആളുകളെ വിളിക്കുന്നുണ്ട്, അതില് ശ്രുതി അപ്ലൈ ചെയ്തിരുന്നു, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇന്റർവ്യൂവിന് പോയത്. അപ്പോഴത്തേക്കാണ് ചന്ദ്രയല്ല, സച്ചി പറഞ്ഞത്, അയ്യോ, ജോലി കിട്ടിയിട്ടൊന്നുമില്ലല്ലോ, ഇന്റർവ്യൂവിന് പോയതല്ലേ ഉള്ളൂ. അവനെ പറ്റി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അവനെ അവരൊക്കെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. അപ്പം ശ്രുതി പറഞ്ഞു, ദേ അങ്കിളെ, ശ്രുതിനെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? ഞാനതിന് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. ജോലി കിട്ടുന്നതിന് മുമ്പേ അത് കിട്ടൂന്ന് പറഞ്ഞ് ഉള്ള ജോലി ആരെങ്കിലും വിടുവോ? അവനൊരു മണ്ടനാ, വെറും മണ്ടൻ. ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ അവനെ ജോലി കിട്ടി എന്നുള്ള സന്തോഷ വാർത്തയായിട്ടായിരിക്കും വരുന്നത്. നിങ്ങളെല്ലാവരും നോക്കിക്കോ, അങ്ങനെ തന്നെയായിരിക്കും എന്റെ മോൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ജോലി കിട്ടുകയും ചെയ്യും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എന്നിങ്ങനെ പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി വരുന്നത് കണ്ടത്. ശ്രുതിയുടെ മുഖത്തൊക്കെ ആകപ്പാടെ ഒരു മ്ലാനതയുണ്ട് കേട്ടോ. ഈ മുഖം കാണുമ്പോൾ അറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ശ്രുതി ഇങ്ങനെ പതുക്കെ കയറി വന്നപ്പോഴേ നമ്മുടെ ശ്രുതി പോയി കേട്ടോ അവിടെ നിന്ന്. കാരണം ശ്രുതിയുടെ എല്ലാ കൺട്രോളും പോയി. ശ്രുതിക്ക് മനസ്സിലായി ജോലി കിട്ടിയില്ലെന്ന്. ഈ സമയത്താണ് ശ്രുതി വന്നിട്ട് അമ്മേ എന്ന് വിളിച്ചോണ്ട് വരുന്നത്. മോനെ ഇങ്ങ് വാ, നിന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നീ ഇന്റർവ്യൂവിന് പോയതല്ലേ, നിനക്ക് ജോലി കിട്ടിയോ? ജോലി കിട്ടിയല്ലേ, എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങോട്ട് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് കരച്ചില്. അപ്പം സച്ചി, ഇതെന്താ ഇവന് പറ്റിയത്? ജോലി നിനക്കിപ്പോ ഇല്ല, അതുകൊണ്ടാണോ നീ കരയുന്നത്? ഈ ജോലി നിനക്ക് കിട്ടിയില്ലല്ലേ, അതായിരിക്കും ഇവൻ കിടന്ന് പൊട്ടി 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 കരയുന്നത്, അല്ലാതെ ഇവൻ വേറെ എന്തിനാ കരയുന്നത് എന്നിങ്ങനെ നമ്മുടെ സച്ചി പറയുക. അപ്പൊ രവീന്ദ്രനും ഈ കരച്ചിലൊക്കെ കണ്ടിട്ട് നോക്കുകയാണ് കേട്ടോ, ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്ര അടുത്ത് എന്നിട്ട്, എന്താ മോനെ നിനക്ക് പറ്റിയത്? നീ പറ, എന്താ എന്താ സംഭവിച്ചത്? നീ എന്താ വല്ലാതെ ഇരിക്കുന്നത്? നീ എന്തിങ്ങനെ കരയുന്നത്? നിനക്ക് ജോലി കിട്ടിയില്ലേ? അത് പിന്നെ അമ്മേ, അമ്മ ഇങ്ങ ചെവി കൊണ്ടുവന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെവിയിൽ കാര്യങ്ങളൊക്കെ പറയാണ്. വേറെ ഒന്നുമല്ല, എനിക്കൊരു ഇന്റർനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. വേറെ എവിടെ ഇച്ചിരി ദൂരെ എങ്ങാണ്ടാണ് ജോലി, അപ്പം എന്നും വരാനൊന്നും പറ്റില്ല എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ചന്ദ്രയും കൂടെ കരയാൻ തുടങ്ങി. അയ്യോ, എന്റെ മോൻ എന്റെ അടുത്തുനിന്ന് പോവുകയാണോ? അയ്യോ, ഞാനിനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ ആറ്റുനോറ്റ് വളർത്തിയതല്ലടാ, ഒരു ദിവസം പോലും ഞാൻ നിന്നെ കാണാതിരുന്നിട്ടുണ്ടോടാ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്. ചന്ദ്രയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നോക്കുകയാണ് കേട്ടോ. ഇതെന്താ ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ചെവിയിലല്ലേ പറഞ്ഞത്. ചന്ദ്ര ഇപ്പം ചെവിയിലാ കേട്ടത് കൊണ്ട് വേറെ ആരും കേൾക്കുന്നുമില്ല, നമ്മുടെ ശ്രുതി ചെവി പറഞ്ഞതുകൊണ്ട്. അപ്പൊ ഭയങ്കര കരച്ചിൽ വരുമ്പോ സച്ചി രേവതിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കുക. നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല. ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത് എന്ത് പറഞ്ഞപ്പോഴാ? ചെവിയിൽ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കിടന്ന് കരയുവാണല്ലോ. പിന്നെ എന്തിനാ കരയുന്നത് എന്നിങ്ങനെ ഓർക്കുക. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, നിർത്തുന്നുണ്ടോ? കുറെ നേരമായല്ലോ രണ്ടുപേരും കൂടെ തുടങ്ങിയിട്ട്, എന്താ കാര്യം? അത് പിന്നെ എന്റെ മോനെ ഞാൻ വളർത്തിയത് ഇതിനായിരുന്നോ? അപ്പം വീണ്ടും ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ എന്താ ചന്ദ്രൻ നീ കരയുന്നത്? അപ്പൊ ശ്രുതിയും ചോദിച്ചു, അല്ല എന്താ ശ്രുതി പറ്റിയത്? ദേ, എന്ത് പറ്റി ശ്രുതി, ഒന്ന് തുറന്നു പറ. അപ്പോഴത്തേക്കാണ് സച്ചി പറഞ്ഞത്, അവനെ മിക്കവാറും വഴിയില് വല്ല പിള്ളേരും വല്ലോ തല്ലും കൊടുത്തതാണ്. ചുമ്മാ UP സ്കൂളിലും LP സ്കൂളിലും പിള്ളേരെ പോലെ കരയുക. ഇവന് ജോലി കിട്ടി കാണത്തില്ല, അതുകൊണ്ടാണ് ഇവൻ പട്ടി മോങ്ങുന്ന പോലെ കിടന്ന് മോങ്ങുന്നത്. അപ്പൊ ശ്രുതി പെട്ടെന്ന് അടുത്ത് വന്നിട്ട്, അത് പിന്നെ ശ്രുതിക്ക് ജോലി കിട്ടിയില്ലേ? അപ്പം നമ്മുടെ ശ്രുതി പതുക്കെ എണീറ്റ് വരികയാണ് കേട്ടോ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട്, അത് പിന്നെ ശ്രുതി, എനിക്ക് ജോലി കിട്ടി ശ്രുതി, എനിക്ക് ജോലി കിട്ടിയത് കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്നിങ്ങനെ പറയാം.
എന്നിട്ട് അപ്പോഴത്തേക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ, നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. ശ്രുതി സാരമില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജോലി കിട്ടിയില്ലോ, പിന്നെ എന്താ പ്രശ്നം, അതെ എൻ്റെ ടാലന്റിന് ഒത്തൊരു ജോലി തന്നെ എനിക്ക് കിട്ടിയത്. അപ്പോഴത്തേക്കാണ് പിന്നെന്തിനാ ശ്രുതി കരഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് ശ്രുതി കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. വേറെ ഒന്നുമല്ല, എനിക്കൊരു ഇന്റർനാഷണൽ കമ്പനിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പൊ എൻ്റെ അമ്മേനെയൊക്കെ വിട്ട് എനിക്ക് പിരിഞ്ഞു നിൽക്കേണ്ടി വരില്ലേ, അതുകൊണ്ടാണ് എനിക്ക് സങ്കടം വന്നത്. ഞാൻ എങ്ങനെ അമ്മയെ കാണാതെ നിൽക്കും, അതുമല്ല ഈ വീട് വിട്ട് എങ്ങനെ പോകും. എങ്കിലും സാരമില്ല, ഞാൻ പോകും, ഞാൻ ജോലി ചെയ്യുകയൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ അയ്യോ എനിക്കിപ്പോൾ ഓർക്കാൻ കൂടി പറ്റുന്നില്ല. എൻ്റെ മോന് എങ്ങനെ അവിടെ പോയി നിൽക്കും എന്നെ കാണാതെ. അതുമല്ല എടാ, നീ ഉണ്ടല്ലോ അവിടെ ഫുഡൊക്കെ വെളിയിൽ പോയി കഴിക്കല്ലേ, അവിടെ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണേ, അതുപോലെ തന്നെ ആഴ്ചയിൽ തലയിൽ എണ്ണ വെച്ച് കുളിക്കുകയൊക്കെ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ വെൽഡപ്പ് കൊടുക്കാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴത്തേക്കും ശമ്പളത്തിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് ശമ്പളമാണ് കിട്ടാൻ പോകുന്നതെന്നും കൂടെ പറഞ്ഞു. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, പിന്നെ നമ്മുടെ ചന്ദ്ര നിലത്തൊന്നുമല്ല, എന്നാലും കൂടെ കരയുന്നു കേട്ടോ. അയ്യോ ഇത്രയും വലിയ ശമ്പളം കിട്ടുന്നു, പക്ഷെ എൻ്റെ മോൻ എൻ്റെ അടുത്ത് നിൽക്കാനുള്ള യോഗമില്ലല്ലോ, ഭാഗ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭയങ്കരമായിട്ടും കരച്ചിലോട് കരച്ചില്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഇവക്ക് എന്താ പ്രശ്നം, ഇനി ഇവക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ എങ്ങനെ കരയാതിരിക്കും, ദേ ഇവനാണെങ്കിൽ എൻ്റെ കൂടെ ചെറുപ്പത്തിലേ ഉള്ളതാ, ഞാൻ ഇവനും വിട്ടു നിന്നിട്ടേ ഇല്ല. അപ്പൊ പെട്ടെന്നാണ് സച്ചി പറഞ്ഞത്, അല്ല ഇവൻ ഓടിപ്പോയ ആ ഒരു മാസം അമ്മ ഇവനെ കാണാതെയല്ലേ നിന്നത്, അല്ല അപ്പൊ ഇതുപോലെ കരച്ചിലൊന്നും വന്നില്ലല്ലോ, അല്ല പിന്നെ ഒരു മാസം കാണാതെ നിന്നിട്ടുണ്ടല്ലോ, പിന്നെ ഇവനെ കാണാതെ നിന്നിട്ടില്ലെന്ന് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു. അവസരം മുതലാക്കുന്നുണ്ട് കേട്ടോ സച്ചി. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും ഈ ഒരു 16 ലക്ഷം രൂപയുടെ കാര്യം നമ്മുടെ ശ്രുതി അവിടെ പറഞ്ഞിട്ടില്ല. 16 ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ജോലിയൊന്നും നമ്മുടെ ശ്രുതിക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഈ 16 ലക്ഷം രൂപ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അവിടെ ആരുടെ കയ്യിലും ഈ ഒരു 16 ലക്ഷം രൂപ ഇല്ല. ഏതായാലും ഇനിയിപ്പോ നമ്മുടെ ശ്രുതിക്ക് തന്നെയാണ് തലവേദന. ചന്ദ്ര പറയും ആ ഒരു 16 ലക്ഷം രൂപ മോക്ക് സിമ്പിൾ ആണല്ലോ, അച്ഛനെ വിളിച്ചിട്ട് ആ 16 ലക്ഷം രൂപ കൊടുക്കാൻ പറയും. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് വീണ്ടും തലവേദന വരാൻ പോവാണ്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് നമ്മുടെ നയനുടെയും ആദർശിന്റെയും കഥയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.